ആദ്യമായിട്ടാണ് മന്ത്രിസഭയിലേക്ക് വരുന്നത്. അതെ അതെ. എന്ത് തോന്നുന്നു? നല്ല ഉത്തരവാദിത്വ ബോധം തോന്നുന്നു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. വകുപ്പ് സംബന്ധിച്ച് തീരുമാനമായോ? അത് മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് പിന്നീട് ഗസറ്റിലെ വിജ്ഞാപനമായി. അതെ അതെ അതെ. ഓക്കെ. എന്തായാലും പേരാവൂരിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു മന്ത്രി അല്ലേ? പണ്ട് നൂറുദ്ദീൻ സാഹിബ് ഉണ്ടായിരുന്നു. എന്താണ് വേറെ പറയാനുള്ളത്? ഇപ്പോൾ ഒരു UDFന്റെ ഉജ്ജ്വല വിജയത്തിൽ ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നല്ല ഒരു ടീമാണ് ഇന്ന് മന്ത്രിസഭയിലേക്ക് വരാൻ പോകുന്ന ടീം പ്രഖ്യാപിച്ചത്. നല്ല പ്രതീക്ഷയോടെ ഞങ്ങൾ നാളെ ചുമതലയേൽക്കും. എല്ലാവരുടെയും സഹകരണം, അനുഗ്രഹം, പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വിഭജനമൊക്കെ നന്നായിട്ട് തന്നെ എല്ലാം തീർന്നു. നേരത്തെ ഒരുപാട് ഇതിലേക്കൊക്കെ പോകുമായിരുന്നു സാധാരണഗതിയിൽ. ഇപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വലിയ ടെൻഷനൊന്നും ഇല്ലാതെ തീർന്നു. നാളെ എന്തോ ഒരു വലിയ ഞെട്ടിക്കുന്ന തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് ആദ്യത്തെ ക്യാബിനറ്റിൽ. അങ്ങനെ ഉണ്ടാവുമോ? നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല തീരുമാനങ്ങളുണ്ടാവും. ഒരു വിസ്മയങ്ങൾ ഉണ്ടാവുമോ നാളെ? നാളെ നല്ല തീരുമാനങ്ങളുണ്ടാവും. നിലവിൽ KPCC അധ്യക്ഷ സ്ഥാനത്താണ് ഉള്ളത് അങ്ങ്. സ്വാഭാവികമായും മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ അത് ഒഴിവാകുമോ? അത് കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അവരോട് ഞാൻ ഒഴിയുന്നതിനുള്ള സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ. എന്തായാലും രണ്ട് സ്ഥാനങ്ങളും കൂടെ ഒരുമിച്ച് പോവുക ബുദ്ധിമുട്ടാണ്. അത് പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ്. എന്തായാലും സന്നദ്ധത അറിയിച്ചു. സന്നദ്ധ അറിയിച്ചു.